അപ്പോൾ ഇന്ന് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു, പണിക്കാരൊക്കെ പോയി. അപ്പോൾ നല്ല വൃത്തിയിലൊക്കെ അവർ ചെയ്തിരുന്നു. അപ്പോൾ അത് വൃത്തിയിലൊക്കെ നമ്മൾ കാണിക്കാമെന്നൊക്കെ കരുതിയതായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തെ പെരുമഴ കൊണ്ട് എല്ലാം പെരുമഴയിൽ ഒലിച്ചു പോയി. അപ്പോൾ വലിയ വൃത്തിയിലൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. അവർ നന്നായിട്ട് വൃത്തിയിലൊക്കെ ചെയ്തിരുന്നു, അതൊക്കെ പെരുമഴയിൽ ഒലിച്ചു പോയി. എന്നാലും പുല്ലും കാടും പൊന്തിയൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സമാധാനം. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ പറമ്പിലെ പണി കഴിഞ്ഞ് ഇനി നമ്മുടെ ജ്യേഷ്ഠൻ്റെ പറമ്പിലെ പണിയാണ് നാളെ മുതൽ. മഴക്കാലം ഒരു പ്രത്യേക രസം തന്നെയാണ്. തണുപ്പും വെള്ളവും മഴയും, കാണുന്നിടത്തൊക്കെ കുളവും വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ മീൻകുളമാണിത്. ഇതിലെ മീനൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ 2 പെണ്ണിനെ നമ്മൾ അതിലിട്ടിരുന്നു. പക്ഷേ ഈ മഴ വെള്ളമൊക്കെ കൂടിയപ്പോൾ ചാടിപ്പോയിക്കും, അവിടെ കാണാനില്ല. അപ്പോൾ ഈ കുളമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ മഴ പെയ്തിട്ട് നല്ല രീതിയിലൊക്കെ വെള്ളം തെളിയായിട്ട് കാണാനുണ്ട്. അപ്പോൾ കാണുമ്പോൾ കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അത്രയ്ക്കും ശുദ്ധിയാക്കണം വെള്ളമൊക്കെ. അപ്പോൾ കഴിയാത്തൊരു സമയമായതുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ചാടി കുളിപ്പോയി. അപ്പോൾ ഈ പറമ്പും കൂടിയാണ് ഇപ്പോൾ നമ്മളിന്ന് വൃത്തിയാക്കുന്നത്. ഇവിടെ കൂടി കഴിഞ്ഞാൽ ഇവരുടെ പണി പൂർത്തിയായി. അപ്പോൾ എല്ലാവരും പരിസരമൊക്കെ ഇതുപോലൊക്കെ വൃത്തിയാക്കുക. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ മതി. പുല്ലൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ കുറച്ച് വൃത്തിയാക്കുക, വെച്ചതൊക്കെ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാവും. അപ്പോൾ നമുക്ക് വൃത്തിയാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറെക്കുറെ വൃത്തിയാണ് വേണ്ടത്. അപ്പോൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പോൾ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായി കിടക്കുന്നത് നല്ലൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ജോലി ചെയ്യുന്ന ഇവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്ന എല്ലാവർക്കും ബൈ ബൈ.